അല്ല, അതൊരു രസം എന്തെന്നറിയോ, ഇത് ഭയങ്കര അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ പേടിക്കാനും വേണ്ടേ അപ്പുകുട്ട ഒരു ബുദ്ധി എന്ന് പറയുന്ന പോലെ ഇതൊക്കെ കേട്ടിട്ട് നെഗറ്റീവ് ആണെന്ന് ചിന്തിക്കാനുള്ളത് ബുദ്ധി വേണ്ടേ? എനിക്ക് ആക്ച്വലി ആ ബുദ്ധി ഇല്ല. ഓഡിഷൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ സ്ഥിരം പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോ ഏതാണ്ടൊരു 12 ദിവസത്തെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇത് നോക്കുന്നത്. അപ്പൊ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അപ്പൊ ഇനി ആരെങ്കിലും പറ്റിക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടെ നോക്കി കൺഫേം ചെയ്തിട്ട് ഓക്കെ സാറെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഓഡിയൻസിന്റെ കൂടെ കാണുമ്പോഴും നമ്മള് അറിയില്ല. നമുക്കിപ്പോ മലയാളികളാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ കണ്ട് ഇന്ന ക്യാരക്ടർ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇഷ്ടം കൊണ്ട് കൈയടിക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് എനിക്ക് ലിറ്ററലി ആരെയും അറിയില്ല. അവര് തരുന്ന ഒരു ഭയങ്കരമായ ഒരു വാം വെൽക്കം എന്ന് പറയുന്നത്, അയ്യോ, ഞാൻ ഭയങ്കരമായിട്ട് അത് ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അനുപമമായിട്ടാണ്. അല്ല, അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഈ അനുപമയാണ് അതിലുള്ളതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാല്. ഇല്ല, എനിക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല. കാരണം ഞാന് എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇപ്പൊ പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നാളെ സ്റ്റാർ ആവും അങ്ങനെയൊക്കെ. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ ആരെങ്കിലും ആകണമെന്നൊരു ചിന്തയില്ല. എനിക്ക് എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്താൽ മതി. മലയാളത്തിലും തമിഴിലുമായി ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു യുവനടനാണ് നമ്മളോടൊപ്പമുള്ളത്, കാർത്തി ശ്രീകുമാർ. കാർത്തി, നമസ്കാരം. വെൽക്കം. താങ്ക് യു. ഇപ്പൊ തമിഴില് ആദ്യത്തെ സിനിമ അവിടെ ഇങ്ങനെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ സിനിമയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. അല്ല, എൻ്റെ പേര് ജന്മനക്ഷത്രം എന്നാണ്. ഞാൻ ഈ പടത്തിലേക്ക് എത്തുന്നത്, ഞാനൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഓഡിഷൻ കാണുകയും, അപ്പോൾ ഇതിൻ്റെ ക്യാമറമാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ്. അപ്പോൾ ജന്മനക്ഷത്രത്തിൻ്റെ. അപ്പോൾ അതിൽ മലയാളി ആയിട്ടുള്ളത് പുള്ളിയാണ്. അപ്പോൾ ഞാൻ ക്രൂ ലിസ്റ്റ് നോക്കുമ്പോൾ പുള്ളിയുടെ പേരാണ് കാണുന്നത്. അപ്പോൾ ഞാനന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഓഡിഷൻ കണ്ടായിരുന്നു, എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്, ഇവൻ മലയാളി ഇതിൽ വരുന്ന എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അഭിനയിച്ച എന്തെങ്കിലും പോർട്ട്ഫോളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിക്ക് ഇത് അയച്ചു കൊടുത്തു. ഈ അയച്ചു കൊടുത്തപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് അതിലൊരു ഇതുമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ നോർമലി ഒരാൾ പറയുന്നത് പോലെയേ ഉള്ളൂ. അങ്ങനെ വിളിച്ചത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പുള്ളി എനിക്ക് പുള്ളിയുടെ നമ്പർ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു, പുള്ളിയോട് സംസാരിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, കാർത്തിക് 16-ാം തീയതി ഫ്രീ ആണെങ്കിൽ ചെന്നൈയിലേക്ക് വരൂ, ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും ആ സ്ക്രീൻ ടെസ്റ്റിന് പോയി. അപ്പം ഇതിനു മുമ്പ് പല സ്ക്രീൻ ടെസ്റ്റുകൾ ഇവിടെ നമ്മളിപ്പോൾ സ്ഥിരം പരിപാടിയാണല്ലോ. ഇവിടെ ആര് വന്നാലും നമ്മൾ ഓഡിഷൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ സ്ഥിരം പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി. നോർമൽ നമ്മുടെ മലയാളത്തിലുള്ളത് പോലെ തന്നെയാണ് ഓഡിഷന്, വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. നമ്മൾ ചെന്നു, നമ്മൾ ഡയറക്ടറിനെ കണ്ടു, അവരൊരു സംഭവം തന്നു, നമ്മൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഇത് ഞാൻ സെലക്ട് ആകുമെന്നോ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അതിൽ കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയുമായി റിലേറ്റ് ചെയ്തൊരു സീനായിരുന്നു, റിലേറ്റ് ചെയ്തൊരു ഇതായിരുന്നു. പക്ഷെ ആ സീന് ആക്ച്വലി സിനിമയിൽ ഇല്ല. അപ്പോൾ അങ്ങനെ. അപ്പൊ എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും കൺക്ലൂഷനിലാണ് അവർ ഡയലോഗ് തന്നതും. അപ്പൊ അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നതെന്ന് നോക്കി അങ്ങനത്തെ ഒരു സീനായിരുന്നു. ജസ്റ്റ് ഒരു ഇതായിരുന്നു. അപ്പൊ ഞാനത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഓക്കെ ശരി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ എന്നെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാനിത് ഓൾറെഡി മറന്നു, എത്രയും ഇതാണ്. പുള്ളി കാണുന്നുണ്ട്, ഞാൻ പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ക്യാമറമാൻ തിരക്കായതുകൊണ്ട് പുള്ളിക്ക് പിന്നെ മെസ്സേജ് അയച്ചു, പുള്ളിയും റിപ്ലൈ ചെയ്തില്ല. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയാണ്, ഈ ജൂലൈയിലാണ് ഷൂട്ട് വരുന്നത്, പോണ്ടിച്ചേരിയിലാണ് ലൊക്കേഷൻ. അത് ഏത് വർഷമായിരുന്നു? കഴിഞ്ഞ വർഷം 24. അതെ, ആയിട്ടില്ല, 24 ഷൂട്ട് വരുന്നത്. അപ്പോൾ ഏതാണ്ടൊരു 12 ദിവസത്തെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇത് നോക്കുന്നത്. അപ്പൊ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അപ്പൊ ഇനി ആരെങ്കിലും പറ്റിക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടെ നോക്കി കൺഫേം ചെയ്തിട്ട് ഓക്കെ സാറെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. എന്താ സംഭവിച്ചെന്ന് നീ മനസ്സിലായി. ഞാൻ എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചപ്പം അതൊരു അവിടെ പാണ്ഡി എന്ന് പറയുന്ന ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഒക്കെ മാനേജറായിട്ടുള്ള പുള്ളിയുടെ നമ്പറായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ എടുത്തിട്ട് പറഞ്ഞു, തമ്പി ഇതാണ് പരിപാടി, വരണം,
എനിക്ക് ആധാർ ഡീറ്റെയിൽസ് ഒക്കെ അയക്കൂ, ഞാൻ ടിക്കറ്റ് ഇടാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. പിന്നെ മെയിൻ പ്രൊഡക്ഷനിലേക്ക് ഇന്നായി, പിന്നെ കോൺട്രാക്ട് എല്ലാം അങ്ങനെയായി, പിന്നെ അത് പടത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷെ ആ സിനിമ ശരിക്കും ഇവിടെ റിലീസ് ചെയ്തിട്ടില്ല. റിലീസ് ചെയ്ത ഭയങ്കര ഒപ്പീനിയൻ ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കത്തിയുടെ ക്യാരക്ടർ ആണെങ്കിലും അതൊരു സസ്പെൻസ് ക്യാരക്ടർ ആയിട്ടാണ് പിന്നീട് അത് അതിനുശേഷം അവരത് പുറത്തു വിട്ടു. അപ്പൊ അഭിനയിക്കുന്ന ഒരു സമയത്തൊക്കെ, ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, അതൊരു ഔട്ട് ഇങ്ങനെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? ചേട്ടാ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു. ക്യാരക്ടർ മാത്രമേ അറിയുള്ളൂ. ഈ ക്യാരക്ടർ ഒന്നും അറിയില്ല. അപ്പൊ എനിക്ക് ഒരേ സീന് തന്നെ 2-3 തവണ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പല ആംഗിളിലും പല രീതിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. ഇനി ഞാൻ അഭിനയിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ആയതുകൊണ്ടോ, നമുക്ക് ഒബ്വിയസ്ലി അവിടെ എല്ലാ ക്രൂ വരുന്നതും മലയാളി ക്രൂ ആണ്. ഈ ക്യാമറമാൻ മാത്രമേ ഉള്ളൂ, അല്ല സോറി, എല്ലാ ക്രൂവും തമിഴ് ക്രൂ ആണ്. ഈ ക്യാമറമാൻ മാത്രമേ മലയാളി ഉള്ളൂ. അപ്പൊ പുള്ളിയായിട്ടും നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ അങ്ങനെ വരുന്നത്, നമ്മളൊരു പ്രൊഫഷണൽ റിലേഷനിലാണല്ലോ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിക്കും, ഇതിലൊന്നുമില്ല നന്നാ. അപ്പൊ ഞാൻ ഡയറക്ടറിനോട് ചോദിക്കും, സാറേ ഏതാவது പ്രോബ്ലം ഇരിക്കാന്ന് ചോദിക്കുമ്പോൾ, ഇല്ല പരവായില്ല തമ്പി, ഈ പരവായില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓക്കെ ശരി. ഈ ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നു? തമിഴ് എത്രത്തോളം ഫ്ലുവന്റ് ആയിരുന്നു? തമിഴ് അങ്ങനെ വലിയ രീതിയിൽ ഫ്ലുവന്റ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് കാര്യങ്ങൾ ഡബ് ചെയ്ത് വേറെ ആർട്ടിസ്റ്റ് ആണ്. പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. അവർ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പ്രൊണൗൺസിയേഷൻ പറയുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് ഓവർ ഡയലോഗ് ഉള്ള ഒരു ക്യാരക്ടർ കൂടുതലും അതില് ബാക്കിയുള്ളവരൊക്കെ ഒരു തന്നെ പുതുമുഖങ്ങൾ, അധികം പരിചിതമല്ലാത്ത മുഖങ്ങളാണെന്ന് തോന്നുന്നു അല്ലെ സിനിമയില്. അവര് ഈ പറഞ്ഞ പോലെ അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ തമിഴ് സിനിമകളിൽ മലയാളികൾക്ക് അത്ര പരിചിതമല്ല. പിന്നെ രാക്ഷസനിലെ വില്ലൻ ഉണ്ട്, പിന്നെ നമ്മുടെ കാളി വെങ്കിട്ട് എന്ന് പറഞ്ഞ സെയിം രാക്ഷസനിലുള്ള ഇത് തന്നെയാണ്. പിന്നെ ഈ സെയിം ടീമിന്റെ തൊട്ട് മുന്നേ വന്ന പടം തമിഴ്നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായിരുന്നു. എനിക്കിത് കുറെ മലയാളി ഡയറക്ടേഴ്സ് ഒക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സിനിമകൾ അവിടെ ഹിറ്റ് ആവുന്നത് ഇവിടെ അറിയുന്നില്ലേ, തിയേറ്റർ റിലീസ് ഉണ്ടാവില്ല, പക്ഷെ അവിടെ ഓടിയ സിനിമകളായിരിക്കും. അതെ, ഒരു ഞൊടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ഞൊടിയുടെ ടീം ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഇതുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് ചെയ്യണം എന്നുള്ളത് മാത്രമേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെയ്തു, അത് കഴിഞ്ഞു, വന്നു. നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക്, വേറെ പടങ്ങൾ ഇതേപോലെ വരുന്നു, പടങ്ങളിലൊക്കെ പോകുന്നു. ഇതേപോലെ നമ്മൾ സെയിം റിപ്പീറ്റ്, നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്ന ചാൻസ് ചോദിക്കുന്നു, തിരിച്ചു വന്നു. കാരണം നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് അവിടെ വരാൻ പോകുന്നതെന്നും അറിയില്ല. ഇവിടെ വന്ന് നമ്മൾ സ്ഥിരം പരിപാടി എന്താണ്, ചാൻസ് ചോദിക്കുക, പുതിയ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ചിന്തിച്ചിത്രേ ഉള്ളൂ, എൻ്റെ പ്രൊഫൈലിൽ ഒരു പടം ആഡായി എന്നുള്ളതല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നാടകങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, ലോകധർമ്മി എന്ന് പറഞ്ഞ അതിൽ കുറച്ച് നാടകങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ നാടകങ്ങളും പരിപാടിയും കാര്യങ്ങളായിട്ട് അങ്ങനെ പോവായിരുന്നു. പിന്നെ ഈ പടം ഇറങ്ങുന്നതിന് മുന്നേയും എന്നോട് പറയുന്നുണ്ട് 18-ാം തീയതി ആണ് പടം റിലീസാകുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ JSKയിലും ചെറിയൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് 17-ാം തീയതിയാണ് റിലീസാവുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 16-ാം തീയതി ഒക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോകുന്നു. അപ്പം ഞാൻ ഈ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ക്യാമറമാൻ്റെ അടുത്ത് ചോദിച്ചു, മലയാളി പുള്ളിയുടെ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എങ്ങനെ വന്നിട്ടുണ്ട്? അപ്പോൾ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പം ഞാൻ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, സഞ്ജീവ് മാണിക്കം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു, മച്ചി എപ്പി ഇருக்கு പടം, എപ്പി വന്നിരിക്കുന്നു വെച്ച്. ഇല്ല ഓക്കെ വാ, എന്നോട് പോർഷൻസ് എല്ലാം എപ്പി വന്നിருக்கு, നല്ല പരവായില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ എന്നടാ എപ്പോഴും ഞാൻ തന്നെ അല്ല, ഇതെന്താ എല്ലാരും ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പം ശരിയായി വന്നിട്ടില്ലേ? അപ്പം ഞാൻ അതുകൊണ്ട് ഇത് ആരോടും പറഞ്ഞില്ല. സീരിയസ്ലി പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു വളരെ കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ പടം ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അറിയാവൂ. അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയി. 16-ാം തീയതിയാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ പ്രിവ്യൂ ഷോ ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 3-4 പ്രിവ്യൂസ് ഉണ്ട് അവിടെ. പ്രിവ്യൂ ഷോ ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഞാൻ 16-ാം തീയതി എത്തുന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഹോട്ടൽ റൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ നാളെയാണ് പ്രിവ്യൂ വരുന്നത്, ഒന്ന് വണ്ടി വിടാം, ആ സമയത്ത് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ പ്രിവ്യൂ ഏതാണ്ട് കഴിയാറായി. ഒരു ദിവസം തന്നെ 2 പ്രിവ്യൂ ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെല്ലുന്ന ടൈമിൽ ഓൾറെഡി പ്രിവ്യൂവിൻ്റെ ഇൻ്റർവൽ ടൈം കഴിയാറായി. അപ്പോൾ ഇവർ കോഫി കുടിക്കാനായിട്ട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും ഇതാക്കാത്തത് സൈഡിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവരൊക്കെ എന്നെ നോക്കുന്നു, ഇതാരെന്ന് അറിയത്തില്ലാത്ത രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. ഇതേ ആൾ. അപ്പം ഞാൻ ആകെ ഡെസ്പായി, എന്താ ചെയ്യുക, നമുക്കൊരു അറിയാത്തൊരു ലാംഗ്വേജ് ആണ്, എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. അപ്പം ഞാനത് കണ്ടിരുന്നു. ഞാൻ അവരോട് കോഫി കുടിച്ചു. പിന്നെ അവിടെ വന്ന് ആൾക്കാരൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇതേ ആൾക്കാർ
സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതെന്നെ ഞെട്ടിച്ചു. അതായത് ഈ മായാവി സിനിമയിൽ സലീം കുമാർ പറയുന്നതല്ലേ, എനിക്ക് വട്ടായതാണോ ഇറങ്ങി വരുമ്പോ നിങ്ങൾക്ക് ഈ അതായത് നമ്മളൊരു ക്യാരക്ടറിൽ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് മാറി. അതെ അതാ ഒരു മണിക്കൂർ കൊണ്ട് അറിയാം. അപ്പൊ ശരിക്കും ഞാൻ സിനിമ കണ്ടിട്ടില്ല അപ്പോഴും. അപ്പൊ പുള്ളി അവരെന്റെ അടുത്ത് ഒന്ന് സമയത്ത് കണ്ടിട്ടുള്ളൂ. ഞാൻ ഡബ് ഞാൻ ചെയ്തിട്ടില്ല. ഷൂട്ടിംഗ് കണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ലല്ലോ. ഓക്കെ അപ്പൊ എനിക്കറിയില്ല എന്താണ് സംഭവം. അപ്പൊ ഇവിടെ വരുമ്പോ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിലാണല്ലോ അഭിപ്രായം വരുന്നത്. അപ്പൊ ഇവര് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നൻപൻ ക്യാരക്ടറാണല്ലോ ഇതാണെന്ന്. അപ്പൊ ഞാൻ അവരോട് പറയണം, ആക്ച്വലി ഞാൻ പടം കണ്ടിട്ടില്ല. അപ്പൊ ഡയറക്ടർ വന്ന് എൻ്ററായിട്ട് പറഞ്ഞു, വന്നതേ ഉള്ളൂ, ഇതാണ് മലയാളത്തിലുള്ള ആർട്ടിസ്റ്റാണ്, നമ്മൾ തമിഴിലേക്ക് നമ്മൾ ആകെപ്പാടുള്ള മലയാളി ആർട്ടിസ്റ്റ് ഇദ്ദേഹമാണെന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു സീനാണ്. അത് ഭയങ്കര ഒരു നമ്മളെ ഒരു അഭിനയിച്ച ഒരു ക്യാരക്ടറിൽ ഒരാൾ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ ഇതാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ട്. അത് നമ്മൾ ലൈഫിൽ ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടോ? അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് ഇതേ സെയിം മ്യൂസിക് ചോദിച്ചു, എടാ ഇതിങ്ങനെ മച്ചി പടം എപ്പടി ഇരിക്കുന്ന ചോദിച്ചു. ഞാൻ നല്ല ഇருக்கு എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, നീ എക്സൈറ്റഡ് ആവുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. പിന്നെ പ്രൊമോഷൻസ് വന്നു, തിയേറ്റർ റെസ്പോൺസ് വന്നു. ഓഡിയൻസിന്റെ കൂടെ കാണുമ്പോഴും നമ്മള് അറിയില്ല, നമുക്കിപ്പോൾ മലയാളികളാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ കണ്ട് ഇന്ന ക്യാരക്ടർ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇഷ്ടം കൊണ്ട് കൈയടിക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് എനിക്ക് ലിറ്ററലി ആരെയും അറിയില്ല. അവര് തരുന്ന ഒരു ഭയങ്കരമായ ഒരു വാം വെൽക്കം എന്ന് പറയുന്നത്, അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് അത് ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു നടൻ എന്ന രീതിയിൽ അയാൾ ചെയ്ത കഥാപാത്രം പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നു, അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതാണ് അവർ തരുന്നൊരു സന്തോഷം. പിന്നെ അവർ ഭയങ്കര എക്സ്പ്രസീവായിട്ട് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ ചെയ്ത ക്യാരക്ടറിന്റെ ബേസിൽ അവർ വന്നിട്ട് ഭയങ്കര അടിപൊളി. മലയാളത്തിൽ ഇപ്പൊ എത്ര സിനിമയായി? എങ്ങനെ തുടക്കം? ഞാൻ പറഞ്ഞ ശരിക്കും തിരുവനന്തപുരമാണ് വീട്. എങ്ങനെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വേൾഡിലോട്ട് വന്നത്? എങ്ങനെയാണ്? ഞാൻ VKC എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗുജറാത്തിലാണ്. ഫാദറൊക്കെ ഗുജറാത്ത് ഓൾറെഡി സെറ്റിൽഡാണ്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുഞ്ഞിൽ തൊട്ട് സിനിമയോടൊരു ആഗ്രഹമുണ്ട്. അത് ലിറ്ററലി ആഗ്രഹം മാത്രമാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം തീരുമാനിക്കുകയാണ് ജോലി റിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ വീട്ടിൽ കള്ളമൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് നാട്ടിൽ പോവുകയാണ്. എനിക്കൊരു പുതിയൊരു കോഴ്സ് വന്നിട്ടുണ്ട്, ആ കോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ജോലി ഗുജറാത്ത് തന്നെയായിരുന്നു. നമ്മൾ വാപ്പി എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, വാപ്പിയിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത് കോഴ്സ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടാണ്. ഇതെനിക്കൊന്ന് 2014. ശരിക്കും ആ ഒരു ധൈര്യം വേണമെങ്കിൽ പറയാം. അതെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ 2014 വരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പാരന്റ്സ് ഒക്കെ അവിടെയാണ്. റിലേറ്റീവ്സ് പലരും പല സ്ഥലങ്ങളിലാണ്. കസിൻസ് ഒക്കെ ഭയങ്കര ട്രിവാൻഡ്രത്തേക്ക് നമുക്ക് ട്രിവാൻഡ്രയിൽ അറിയാവൂ. അന്ന് ഞാൻ കേരളത്തിൽ നമ്മൾ വേറൊരു ജില്ലയിലാണ് താമസിക്കുന്നത്. അതെ പക്ഷെ നമുക്ക് അറിയാന്നുള്ളത് തിരുവനന്തപുരം ആയതുകൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് പോയതാണ്. അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് പോയി കഴിഞ്ഞ് ഇത് ആഗ്രഹമാണല്ലോ, ഇത് എങ്ങനെ തുടങ്ങും എന്താണെന്നുള്ള ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് കുറച്ച് ആള് അന്നൊക്കെ എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നു, നമ്മൾ അയാൾ വഴി സിനിമയിൽ കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ലൈഫ് സെറ്റ്, ആ രീതിയിലുള്ള ചിന്തകളായിരുന്നു. ബോധമില്ല എന്നുള്ളത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് വെറുതെ അഭിനയം എന്ന് പറയുന്നത് അതാണ് അത്. പിന്നെ എനിക്ക് മനസ്സിലായി അഭിനയം എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. അപ്പൊ ഞാൻ അങ്ങനെ 2016 ആക്ട് ലാബ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എറണാകുളത്തേക്ക് വരുന്നു, സജീവ് സാറിൻ്റെ ഇതിൽ. അങ്ങനെയാണ് ഞാൻ ആക്ട് ലാബിലേക്ക് വന്നത്. ആക്ട് ലാബിൽ വന്ന് ആദ്യം 3 ഡേ കോഴ്സ് ചെയ്യുകയും പിന്നെ ആക്ട് ലാബിലെ കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയും അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കണക്ഷൻസും കാര്യങ്ങളായി. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ട്രിവാൻഡ്രത്ത് പോവുകയും ശിവൻസ് എന്ന് പറഞ്ഞ സന്തോഷ് ശിവൻ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേരെല്ലാവരും ഈ വർഷാവസാനം വരുന്ന അവർക്ക് ഒരു പ്രോജക്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യണം. അങ്ങനെ ഷോർട്ട് ഫിലിംസിൽ ഞാൻ എന്ത് ചെയ്തു, ഭാഗമായി. പിന്നെ അവിടെ നിന്ന് ഒരു ഷോർട്ട് ഫിലിം കണ്ട് നമുക്ക് ഒബ്വിയസ്ലി അടുത്ത ഷോർട്ട് ഫിലിമേക്ക് നമ്മൾ വിളിക്കുമല്ലോ, ഈസി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞു കുറേ
ഷോർട്ട് ഫിലിംസ് എനിക്ക് അഭിനയിക്കാൻ പറ്റി. അതിൽ കുറേ എണ്ണം ഇറങ്ങിയിട്ടൊന്നുമില്ല, സീഡിട്ടുള്ള പിള്ളേരുടെ അവരുടെ ഷോർട്ട് ഫിലിംസ് ഇറങ്ങി. പിന്നെ അതുമല്ല, അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നമുക്ക് പ്രൊമോഷൻ കിട്ടിയതുപോലെ കുറച്ച് ബഡ്ജറ്റഡ് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കാൻ പറ്റി. വരുമാനമൊന്നുമില്ല. വരുമാനം എനിക്ക് ആ സമയത്ത് ഞാൻ അപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഒരു നോർമൽ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ഞാൻ ജോലിക്ക് കയറുന്നുണ്ട്. ആ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ വീട്ടിൽ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ അയച്ചു കൊടുക്കുന്നു. അപ്പൊ അച്ഛൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, എടാ നിനക്ക് നല്ല തലക്കല്ല അസുഖം കേട്ടോ ഇതാ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ എല്ലാം ഒരു വർഷം കൊണ്ട് സെറ്റാവും, ഈ വർഷം കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകും, അച്ഛൻ കണ്ടോന്ന് പറയും. ലിറ്ററലി 2014, 15, 16, 17 ഞാനിങ്ങനെ ഓരോ വർഷവും എന്റെ അച്ഛനെ ഞാനിങ്ങനെ കൺവിൻസ് ചെയ്ത് സിനിമ ഒന്നുമില്ല. സിനിമയിൽ എനിക്ക് ആരെ അറിയില്ല. ഒരുപാട് ഓഡിഷൻസിന് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും സെലക്ട് ആയിട്ടില്ല. പക്ഷെ അന്ന് സെലക്ട് ആവാത്തതിന്റെ കാരണം എന്താണെന്നുള്ളത് എന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. നമുക്ക് ഇത് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ, നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയും നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ അതിൽ പ്രശ്നമാണ്. അങ്ങനെ ഒരു പെട്ടെന്ന് പോയിട്ട് ഒരു ഓഡിഷനിൽ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മൾ അന്നത്തെ ചിന്താഗതി തന്നെ വേറെയാണ്. ഒരു സിനിമ ചെയ്യുന്നു, ആ സിനിമയിൽ നമ്മൾ സ്റ്റാർ ആവുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ ലിറ്ററലി അതൊന്നും വർക്കാവില്ല എന്നുള്ളത് നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് 2019 ഒരു പടം, പത്മകുമാർ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള പുള്ളി ഒരു പടം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിം ചെയ്ത് കണ്ടിട്ട് എന്നെ വിളിച്ചു. അതായത് ഞാൻ കടലിന്റെ അകത്ത്, ഓക്കി ദുരന്തത്തിന്റെ അകത്ത് പെട്ടുപോകുന്ന ഞാൻ മാത്രം അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം. അല്ല, വേറെ പത്മകുമാർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, ആത്മബോധം എന്നാണ് പുള്ളിയുടെ പേര്. അങ്ങനെ ആണ് പുള്ളി എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. പുള്ളിയും ശിവൻസിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചതായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എന്നെ വിളിക്കുന്നത്. അങ്ങനെ ആ മെയിൻ ക്യാരക്ടറിന് എന്നെ ഓഡിഷൻ ചെയ്യും. ഫെസ്റ്റിവൽ മൂവി അതൊരു ഭയങ്കര ഒരു ഡോക്കി ഫിഷൻ ഡ്രാമ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു പടമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 2019 ആ പടം ഷൂട്ട് കഴിഞ്ഞതും 2020 അത് കൊറോണ വരികയും അതേ വർഷം തന്നെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത പടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും ഉണ്ടായില്ല, ആരും അറിഞ്ഞില്ല. പക്ഷെ രാജീവ് രവി സാറൊക്കെ ആ പടം കണ്ടിട്ടുണ്ടായിരുന്നു. രാജീവ് രവി സാറൊക്കെ ഭയങ്കരമായിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ കുറെ നമ്മളെ സിനിമയിലുള്ള കുറച്ച് ഡയറക്ടേഴ്സൊക്കെ അന്ന് പടം കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ സുഹൃത്തുക്കളായത് ആ രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്കൊരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു ക്യാൻസലൊക്കെ വന്ന രീതിയിലുള്ള ഒരു സംഭവം ഇമ്പാക്ട് കിട്ടിയില്ല. അപ്പോഴും ഞാൻ എൻ്റെ അച്ഛനോട് പറയുന്നത്, ക്യാൻസ് ഫെസ്റ്റിവൽ ഇതെന്ത് ക്യാൻസ്, കാശുണ്ടോ, ജീവിക്കാറുണ്ടോ, അതാണ് അവർ നോക്കുന്നതെല്ലാം. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു 2021 ആയപ്പോഴത്തേക്കും ഒരു സെല്ലമ്മ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ആൽബം ചെയ്തു. ഞാനും ഹരിശങ്കറും കൂടെ ചെയ്യുന്നൊരു സാധനം. തമിഴിലൊരു PS ജയഹരി, നമ്മുടെ പവിഴ മഴയൊക്കെ ചെയ്തില്ലേ, പുള്ളി ചെയ്ത ഒരു അവരുടെ പാട്ടിലൊരു മ്യൂസിക് ഇത് ചെയ്തു, സെല്ലമ്മ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് അത്യാവശ്യം ഇതായി വരികയും ഒരു നല്ലൊരു ശ്രദ്ധിക്കപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ ഒരു പ്രൊഫൈലുണ്ടല്ലോ. സോ ലിറ്ററലി ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി തിരുവനന്തപുരത്ത് നിന്നിട്ട് നമുക്ക് സിനിമ കാണാനും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്തേക്ക് 2021 ഷിഫ്റ്റായി. 2021 എറണാകുളത്ത് ഷിഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എറണാകുളത്ത് വരുമ്പോൾ സെയിം പ്രശ്നമാണ്. ആരെയും അറിയില്ല, എവിടെ നിന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ റൂം എടുത്തു, നമ്മൾ താമസിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ആൽബത്തിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് മലയാള മനോരമയുടെ കേരള ക്യാൻ എന്ന് പറഞ്ഞിട്ട് 2023 ഇത് സെല്ലമ റിലീസാവുന്ന 2022 23 എനിക്ക് മലയാള മനോരമ കേരള ക്യാനിലെ നായകനായിട്ട് ഞാൻ സെലക്ട് ആവുന്നതും. അങ്ങനെ അതിൽ ആ സോങ് ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറേ നല്ല നല്ല ആഡ്സ് വരാൻ തുടങ്ങി. അങ്ങനെ ജാവയുടെ ആഡ് ഞാൻ ചെയ്തു, ഓപ്പോയുടെ ആഡ് ചെയ്തു, പിന്നെ അങ്ങനെ സ്വയംവര സിൽക്സ്, അങ്ങനെ കുറച്ച് ആഡ്സ് കാര്യങ്ങളൊക്കെ എല്ലാ മെയിൻ സ്ട്രീം ആഡ്സ് ഒക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ മെയിൻ സ്ട്രീം ആഡ്സിൽ നിന്ന് കുറേ കോണ്ടാക്ട്സ് നമുക്ക് ഡെവലപ്പ് ആവുകയും അങ്ങനെ സിനിമകൾ എൻ്റെ ആൾക്കാരുമായിട്ടുള്ള ബന്ധം വരികയും അങ്ങനെ ചെറിയ പടങ്ങൾ. പക്ഷെ ഞാൻ ലിറ്ററലി ഹാപ്പി ആയിരുന്നു. നമുക്ക് ഒരുപാട് സാമ്പത്തികമായ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ലിറ്ററലി ഹാപ്പി ആയിരുന്നു. അപ്പോഴും എൻ്റെ വീട്ടിൽ ചോദിക്കുന്നു, ഇതൊക്കെ വല്ല സംഭവം നടക്കൂടാ. അപ്പോഴും ഞാൻ എൻ്റെ അച്ഛനെ കൺവിൻസ് ചെയ്യുന്നു. ഇത്രയായില്ലേക്കും കൺവിൻസ് ചെയ്യുന്നുണ്ട്, ഒരു പരിധിയില്ലേ, ഒരാളെ നമുക്ക് കൺവിൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി എനിക്കൊരു കൺവിൻസിങ് പവർ ഉണ്ട് എന്നുള്ളത്. കാരണം
2014 തൊട്ട് ഇതുവരെ നമ്മൾ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പടം ഇറങ്ങിയപ്പോൾ ഈ ഓഡിയൻസ് റെസ്പോൺസിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ അയച്ചു കൊടുത്തു. അപ്പം എൻ്റെ അച്ഛൻ പറയുന്നത്, പടം കണ്ടില്ല, അച്ഛൻ പറഞ്ഞു, നീ എപ്പോഴും എന്നെ പറ്റിക്കുന്ന പോലെ ഇത് എന്നെ പറ്റിക്കുന്ന ആളോടാ എന്ന് ചോദിച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവും വന്നു, ഒരു എന്താ പറയുക, ഒരു സന്തോഷം വന്നു. നമ്മളല്ല എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇതിനൊക്കെ JSK ചെറിയതാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനമായിരുന്നു ആ ഒരു സീൻ. അത് അതിന്റെ ഒരു അസോസിയേറ്റ് ഉണ്ട്, പുള്ളിനെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഷഫീർ ഖാൻ എന്ന് പറയും. അപ്പൊ ഷെബിച്ചേട്ടനാണ് എന്നെ വിളിക്കുന്നത്. അതെ. അപ്പൊ ഷെബിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എടാ ഇങ്ങനൊരു പരിപാടിയുണ്ട്, ചെറിയ പരിപാടിയാണ്, പക്ഷെ എന്തായാലും നോട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്, ഒന്ന് വാന്ന് പറഞ്ഞു, ഒന്ന് ചെയ്യാം, നീ ചെയ്യുന്നതിന് പ്രശ്നം വല്ലതും ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതല്ലേ എൻ്റെ ജോലി, അങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ ആണ് JSKയിലേക്ക് എത്തുന്നതും. പിന്നെ JSK ചെയ്തു. ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, കാക്കിപ്പടയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഷെബി ചൗക്കാടിൻ്റെ കാക്കിപ്പടയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആസാദിലൊരു പരിപാടി അടുത്ത് റിലീസ് ചെയ്ത ആസാദി, ചെറിയൊരു പരിപാടി. അതെ. എനിക്കൊന്ന് ആസാദിയാണ്. ആസാദിയിലെ റൈറ്റർ സാഗർ ഏട്ടനെയാണ് ഞാൻ എറണാകുളത്ത് വന്നിട്ട് ആദ്യം പരിചയപ്പെടുന്നത്. അവിടെ നിന്നാണ് ഒരു എറണാകുളം ഒരു ബെൽറ്റിലെത്തി ഒരു മെയിൻ സ്ട്രീമിലെ ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങുന്നതൊക്കെയാണ് അതിലേക്ക് വരുന്നത്. അങ്ങനെയൊക്കെയാണ് JSKയിൽ വരുന്നതും എല്ലാം. അപ്പം JSK ചെയ്യുമ്പോഴും ശരിക്കും എനിക്കറിയില്ല ഞാൻ ചെയ്യാൻ പോകുന്ന ഈ തമിഴ് പടത്തിന് തലേദിവസം ഇറങ്ങും. ഈ JSK അവിടെ ഇറങ്ങിയപ്പോൾ അതെ ഒരുപാട് ലേറ്റ് ആയിട്ടാണത് അവിടെ റിലീസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ചെന്നൈ ചെന്നപ്പം ഗുണം ചെയ്തു. JSK ചെന്നൈയിൽ വെച്ചിട്ടാണ് അതെ കാണുന്നത്. അപ്പം അതെനിക്കൊരു നല്ലൊരു പ്ലസ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ പ്രതീക്ഷിച്ചില്ല. JSK കാണുന്ന എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. എനിക്ക് നമ്മുടെ ഓർഡിനറി ഡയറക്ടർ, അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് പുള്ളി സുഗീതേട്ടൻ താമസിക്കുന്നത്. അപ്പോൾ സുഗീതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ഞാൻ കണ്ടു, ഞാൻ അവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ കണ്ടു ഉണ്ട് എന്ന്. അപ്പോൾ രജത് മേനനൊക്കെ ഉണ്ടായിരുന്നു അവിടെ, സംസാരിച്ചു, അങ്ങനെ അവിടെ വെച്ച് കണ്ടു. അതൊരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു അത്. അതെ അനുപമമായിട്ടാണ്. അതെ അല്ല അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഈ അനുപമയാണ് അതിലുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാല്. ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്യൂസ്ഡ് ആണ് നിങ്ങളാണ് എന്നുള്ളത്. അതെ അതൊരു കറക്റ്റായിട്ടൊരു സാധനം ഉണ്ടാവണം എന്നാണ്. നിങ്ങൾ ഇങ്ങനെ ക്രിക്കറ്റ് പരിപാടിയൊന്നും അല്ലാതെ ഒരു സാധനമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുന്നു സ്ഥിരം പരിപാടികൾ. അപ്പം സാധാരണ നമ്മൾ നോർമൽ ആൾക്കാർ കാണുമ്പോഴത്തേക്കും ചെയ്യുമ്പോൾ എന്താണ് ഒരു ക്രൂര പരിപാടിയിൽ നമ്മൾ നിന്ന് ഭയങ്കര അയാൾ ആസ്വദിച്ചാണ് അത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കമന്റ് അടിക്കുകയാണെങ്കിലും അയാളത് ആസ്വദിച്ചാണ് ചെയ്യുന്നത്. സിനിമയിലെ നിങ്ങളുടെ ആ സീൻ അഭിനയിച്ച് നിങ്ങൾ പോയെങ്കിലും സിനിമയുടെ ത്രൂ ഔട്ട് നിങ്ങളുടെ പരാമർശമുണ്ട് ക്യാരക്ടേഴ്സ്. അതെ ക്യാരക്ടേഴ്സ് അത് സിനിമയിൽ ആക്ച്വലി എനിക്കും അറിയില്ല. നമ്മൾ ഈ ഒരു സീൻ പലതവണ റിപ്പീറ്റ് ആയി വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതൊക്കെ ഒരു ഭയങ്കര പ്ലസ് ആയിട്ട് വന്നു. ശരിക്കും സിനിമ ഇറങ്ങി ഞാൻ ചെന്നൈയിലായിരുന്നു. എനിക്ക് അങ്ങനെ പടം കാണാനൊന്നും ഫസ്റ്റ് ദിവസം പോകാനൊന്നും പറ്റില്ല. ചെന്നൈയിലായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ചെന്നൈയിൽ ഇപ്പൊ എനിക്ക് 10-ാം തീയതി കഴിയുമ്പോൾ സക്സസ് മീറ്റ് ഉണ്ട്. അപ്പൊ അതിന് സക്സസ് മീറ്റിൽ പോണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തമിഴിൽ നമുക്ക് ഈ പടത്തിന്റെ ബേസിൽ നിന്ന് കുറച്ച് ഡയറക്ടേഴ്സും ഒക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട് എന്റെ പ്രോജക്ട് പരിപാടികളൊക്കെ. ഇപ്പോ മലയാളത്തിൽ എനിക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുതിയ പടം അടുത്ത കേസ് എന്ന് പറഞ്ഞു, അടുത്ത കേസ് എന്ന് പറഞ്ഞിട്ട് പടം. വേറെ ഏതൊക്കെയാ ചെയ്യുന്നത്? ഇതാണ് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പടം. എനിക്കൊന്ന് കഴിഞ്ഞ മാസമാണ് ഷൂട്ട് കഴിഞ്ഞത്. ഇതൊരു വലിയൊരു ഡിസിഷൻ എടുക്കണ്ട. കാരണം പല ഹീറോസിനും അല്ല മലയാളത്തിൽ വന്ന പല നടന്മാരും റീസെന്റ് ആയിട്ടാണ് നരേനൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അതായത് എവിടെ മലയാളത്തിലും അവിടെയും രണ്ടും വരുമ്പോ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രോബ്ലം വരും. രണ്ട് സ്ഥലത്തും ഒരേപോലെ ഓഫേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രശ്നം പല നടന്മാർക്കും സംഭവിച്ചിട്ടുണ്ട്. പല ആളുകൾ നമുക്ക് റഹ്മാൻ മുതലുള്ള എടുത്തു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് അന്ന് ആ ഒരു ഡിസിഷൻ അവിടെ ഇവിടെയും രണ്ട് തോണിയിൽ കാല് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല. കാരണം
ഞാൻ എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇപ്പൊ പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നാളെ സ്റ്റാർ ആവും അങ്ങനെയൊക്കെ. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ ആരെങ്കിലും ആകണമെന്നൊരു ചിന്തയില്ല. എനിക്ക് എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്താൽ മതി. അങ്ങനെ ഞാൻ പറയും ലാലേട്ടൻ മമ്മൂക്കിയൊക്കെ നമ്മൾ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതല്ലാതെ ഇപ്പോ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് പല 2010 ശേഷം എടുത്താൽ കുറെ മാറ്റങ്ങൾ മലയാളത്തിലും തമിഴിലൊക്കെ കുറെ ഹീറോസ് വരുന്നുണ്ട്. വേറൊരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് മലയാള സിനിമയായാലും തമിഴ് സിനിമയിലൊക്കെ. അപ്പൊ ഇന്ന ഒരു നടൻ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പൊ ശിവകാർത്തികേയൻ ഒരു ഔട്ട്സൈഡറാണ്, നെപ്പോക്കിഡ് അല്ല, പക്ഷെ വന്നൊരു സ്റ്റാർഡത്തിലേക്ക് എത്തി. ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഒരു എടുത്തു പറയാനുണ്ടെങ്കിൽ കുറച്ച് റോൾ മോഡൽസ് നമുക്ക് ലാലേട്ടൻ മമ്മൂട്ടി നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ളൊരു പരിപാടി പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒബ്വിയസ്ലി ഫഹദ് ഫാസിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നടനാണ്. എനിക്ക് തമിഴിൽ പറയുകയാണെങ്കിൽ വിജയ് സേതുപതി ഇഷ്ടമാണ്. കതിർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. മണികണ്ഠൻ ഭയങ്കര അടിപൊളി ആണ്. പിന്നെ എനിക്ക് രാജ്കുമാർ റാവുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദിയിൽ രാജ്കുമാർ റാവുവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു ആക്ച്വലി പുള്ളി എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പുള്ളി ബേസിക്കലി തിയേറ്ററിൽ നിന്നാണ് എനിക്ക് പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഇന്റർവ്യൂസ് എനിക്കിഷ്ടം. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ചട്ടക്കൂടിലൊന്നും വീഴാൻ പാടില്ല. ഇയാൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സാധനമില്ല. ഞാൻ അതാ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരാളാകണമെന്നില്ല. എന്തെങ്കിലും നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റിയാൽ മതി. എന്തെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ നാളെ നമ്മൾ ആരെങ്കിലുമൊക്കെ ആവും. ഈ ആരെങ്കിലുമൊക്കെ ആകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് നമുക്കൊരു പ്രചോദനമാവാൻ പറ്റിയാൽ അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭയങ്കരമായൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ തമിഴ് സിനിമയിൽ നിന്നാണോ ഇത് വരുന്നത്, മലയാള സിനിമയിൽ നിന്നാണോ ഇത് വരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്ന് വരുമോ, അങ്ങനത്തെ പേടികളൊന്നുമില്ല. നല്ല സിനിമകളുടെ ഭാഗമാവുക, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക, അങ്ങനെയാണ് എൻ്റെ ഒരു ഞാൻ ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. 2016 വന്നത് ശരിക്കും 15-16. അപ്പൊ ഈ കുറെ ഓഡീഷൻസിൽ പോയി പല ഇടയ്ക്ക് പറഞ്ഞ കുറെ ഈ റിജക്ഷൻസ്, ദുരനുഭവങ്ങൾ, അങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? റിജക്ഷൻസിന് നമുക്ക് ഒരിക്കലും ഒരു വേദന, അത് ചിലപ്പോൾ അവർ ക്യാപ്റ്റൻ അല്ലാത്തതുകൊണ്ട് നമ്മളെ കട്ടിയത്. പക്ഷെ നമുക്കൊരു വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പല ആർട്ടിസ്റ്റുകൾ വേറെ സിനിമ മേഖലയിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മടുത്തിട്ട് ഞാനിനി പോവാണ്, ഇതെനിക്ക് ഇനി വയ്യ. അല്ല, ഇത് അതൊരു രസം എന്തെന്നറിയോ, ഇത് ഭയങ്കര അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ പേടിക്കാനും വേണ്ടേ അപ്പുകുട്ട ഒരു ബുദ്ധി എന്ന് പറയുന്ന പോലെ ഇതൊക്കെ കേട്ടിട്ട് നെഗറ്റീവ് ആണെന്ന് ചിന്തിക്കാനുള്ളത് ബുദ്ധി വേണ്ടേ? എനിക്ക് ആക്ച്വലി ആ ബുദ്ധി ഇല്ല, സീരിയസ്ലി ഇല്ല. ഇപ്പൊ നമ്മളൊരു ഓഡിഷന് പോകുമ്പോൾ നമ്മൾ അവിടെ സെലക്ട് ആയില്ല, അല്ലെങ്കിൽ വേറൊരാൾ പോകുമ്പോഴത്തേക്ക് നമ്മളെ ലിറ്ററലി ഇത് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും അയ്യോ ഇതൊക്കെ ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ടേ എന്നൊരു തോന്നുന്ന ഒരു തോട്ടില്ലേ, അതെനിക്ക് വന്നിട്ടില്ല. അല്ലാതെ ഈ പോളിഷ് ചെയ്തിട്ട് നമ്മൾ പറയുമല്ലോ, പെൺകുട്ടിയോട് റിജക്ട് ചെയ്യുമ്പോൾ ചേട്ടൻ എന്നെക്കാട്ടും നല്ല പയ്യന് കിട്ടും എന്ന് പറയണ പോലെ, അല്ല നല്ല പെൺകുട്ടി കിട്ടുമെന്ന് പറയുന്ന ഒരു തരം റിജക്ഷൻ. അങ്ങനെ സുഖിപ്പിച്ച് റിജക്ട് ചെയ്തുകൊണ്ട് അത് തലയ്ക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ? അങ്ങനെ എനിക്കറിയില്ല. ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു ഞാൻ തോറ്റു പോകുമോ എന്നുള്ള ഭയം എനിക്കില്ല. കാരണം അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനെപ്പറ്റി പേടിക്കേണ്ടതെന്ന് തോന്നും. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഭയമൊന്നുമില്ല. ഇപ്പം ഞാൻ നാളെ ഇപ്പം ചേട്ടൻ ചോദിച്ചതുപോലെ മലയാളത്തിൽ നിന്ന് ചുവട് വയ്ക്കണോ തമിഴിൽ ചുവട് വയ്ക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ തോറ്റുപോകും എന്നുള്ള ഭയം ഉണ്ടെങ്കിലാണ് നമ്മൾ അത്രയും പ്ലാൻഡ് ആയിട്ടൊക്കെ ചെയ്യേണ്ടതെല്ലാം. ഞാനിത് ഭയങ്കര എന്താ പറയുക, ഇത് നമ്മൾ കഴിഞ്ഞ് വന്നു. ഇത്രയും സ്ട്രഗിൾസൊക്കെ ഏത് മേഖലയിൽ പോയാലും സ്ട്രഗിൾ ഇല്ലാത്ത ഒരു സ്ഥലമില്ല. അപ്പം ഇതൊക്കെ നമ്മളെ മോൾഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ്. നമ്മൾ ക്യാരക്ടർ നാളെ ചെയ്യാൻ പോകുമ്പോൾ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ പ്രോസസ്സായിട്ടാണ് ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് പണ്ടത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് എനിക്കൊരു സ്റ്റാർ ആകണമെന്ന് ആഗ്രഹം. നമ്മൾ എന്ത് കാര്യമാണോ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു ഷെഫാണ്, നമ്മളത് നന്നായി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിൽ സ്റ്റാർ ആവും. അതിപ്പോൾ സിനിമ എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന ജോലി കണ്ടിന്യൂസ് ആയിട്ട് അതിന് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളതിൽ സ്റ്റാർ ആവും. അപ്പോൾ അതുപോലെ എന്ത് മേഖലയിലും നമുക്കത് പറ്റും. അപ്പം ഞാൻ അതുകൊണ്ടാണ് അത് എടുത്തു പറയാനുള്ള കാരണം, നമ്മൾ എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല.
പിന്നെ പലരും പറയുന്നുണ്ട് അയ്യോ ഇത്, പിന്നെ എനിക്ക് എന്ത് കാര്യം പറ്റില്ല എന്ത് കാര്യം പറ്റുമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ പറ്റുന്നേക്കാൾ കൂടുതൽ എനിക്ക് പറ്റാത്ത കാര്യങ്ങളെ പറ്റി എന്നെ പറ്റി ഒരു ബേസിക് ഒരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ കുറവുകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്? എൻ്റെ നിറവുകളിലേക്ക് ഞാൻ നോക്കിയാൽ പോരെ. ഇപ്പം നമുക്ക് തന്നെ ഒരു മുഖത്തൊരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ അത് ബാക്കി 99% ഒരു പ്രശ്നമില്ല. ഈ ഒരു എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു പിമ്പിളിലായിരിക്കും നമ്മുടെ ഫോക്കസ്. അത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പം അതിനെ പറ്റി ചിന്തിക്കണ്ട. ബാക്കി നല്ല കാര്യമില്ലേ, നമ്മൾ നിറവുകളിലേക്ക് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക, നല്ല നെറ്റ്വർക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിൽ കൂടുതൽ നമ്മളെ ക്യാരക്ടർ നല്ലതാവുക. നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാൾ മനുഷ്യനാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് അതേപോലെ അദ്ദേഹത്തിന് ഫ്രണ്ടിലിരിക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്ലാൻ ചെയ്ത് ചെന്നൈയിൽ പോയിട്ട് സക്സസ് മീറ്റ് അടുത്ത അവസരങ്ങളോട് വീണ്ടും മലയാളത്തിലും തമിഴിലും ഒരേപോലെ എന്തായാലും തകർക്കാൻ പറ്റട്ടെ. മലയാളത്തിൽ എനിക്കൊന്ന് നവംബറിലേക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്, അനൗൺസ് ആയിട്ടില്ല, പിന്നെ ഉണ്ടാവും. എനിക്കൊന്ന് ഓഗസ്റ്റിൽ ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ് പടം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. ഓക്കെ.